അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ? പൊതുപരീക്ഷയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണല്ലേ. ആ ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് എടുക്കുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇൻഷാ അല്ലാ. പക്ഷെ ശ്രമിച്ചാൽ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ടോപ്പ് പ്ലസ് പുഷ്പം പോലെ നമുക്കെടുക്കാം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠം, ലിസാനിലെ രണ്ടാമത്തെ പാഠം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. സിമ്പിളാണ്, നമുക്കൊന്ന് കിട്ടുമോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയാലോ. വളരെ സിമ്പിളാണ്. എന്താ പാഠം എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അല്ലേ. മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പാഠമാണ് നമുക്ക് എടുക്കാനുള്ളത്. അതായത് നബി തങ്ങളെക്കുറിച്ചിട്ട് കുറച്ച് കാര്യം. ആദ്യം നബി തങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അർസല, അയച്ചു. അള്ളാഹു അയച്ചു. കണ്ടോ, അർസല പറഞ്ഞൊരു ഫെയിലല്ലേ, ഫെയിലിൻ്റെ ശേഷം ആരാ അയച്ചത് എന്നുള്ളത് പറഞ്ഞു. അള്ളാഹു അയച്ചു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു ഇലാ കാഫത്തിൽ ഉമമി, എല്ലാ സമുദായത്തിലേക്കും. വഹുവ, അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഖിർ, അവസാനത്തെ അൽ അംബിയായി പ്രവാചകനാകുന്നു. ലാ നബിയ, ഒരു നബിയുമില്ല. ബഅദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഒരു നബിയുമില്ല. വമകഥ, താമസിച്ചു. അന്നബിയു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചു. ഫീ മക്ക, മക്കയിൽ. സലാസൻ വഹംസീന, 53 വർഷം. 53 വർഷം എവിടെ? ഫീ മക്ക, മക്കയിൽ താമസിച്ചു അല്ലേ. സുമ്മ, പിന്നീട്. സന എന്ന് പറഞ്ഞാൽ വർഷം കേട്ടോ. സുമ്മ, പിന്നീട്. ഹാജറ, ഹാജറ പറഞ്ഞെന്താ? ഹിജ്റ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി. ഇലൽ മദീന, മദീനയിലേക്ക്. വമകഥ, താമസിച്ചു. മക്കസ പറഞ്ഞാൽ താമസിച്ചു എന്നാണ്. ഫീഹ, അവിടെ. അശ്റസിനീൻ, 10 വർഷം. ഇതാണ് നമുക്ക് ആ പാഠത്തിലെ ഫസ്റ്റ് പാരഗ്രാഫ്. ഇനി ഇതിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? സ്വാഭാവികമായിട്ടും നോക്കി, ഈ റെഡ് മാർക്കിട്ട ഭാഗങ്ങളല്ലേ പഠിക്കാനുണ്ടാവുക. അതെന്താണെന്ന് നമുക്ക് നോക്കല്ലേ. സിമ്പിളാണ്, നമുക്ക് നോക്കിയേക്കാം. അൽഫായിലു, ഫായിൽ എന്താണെന്നാണ് പഠിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു പ്രവൃത്തി, ഇഷ്ടമുള്ളൊരു പ്രവൃത്തി നിങ്ങൾ പറഞ്ഞാണ്. ഇഷ്ടമല്ല ഏത് പ്രവൃത്തി ആയിക്കോട്ടെ, തിന്നുക, കുടിക്കുക, ചാടുക, ഓടുക, ഈ ഏത് പ്രവൃത്തി പറയുകയാണെങ്കിലും ആ പ്രവൃത്തി ചെയ്ത ഒരാളുണ്ടാവൂലേ. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, മുഹമ്മദ് ഓടി. ആ പ്രവൃത്തി എന്താ? അവിടുത്തെ പ്രവൃത്തി എന്താ? ഓടുക. അത് ചെയ്ത ആളാരാ? മുഹമ്മദ് അല്ലേ. അല്ലെങ്കിൽ എന്താണ്? സിനാൻ തിന്നു. അവിടെ പ്രവൃത്തി അതാ, തിന്നു. അതാരാ ചെയ്തത്? സിനാൻ അല്ലേ. ഏത് പ്രവൃത്തിയാണെങ്കിലും അതിന് ചെയ്ത ഒരാളുണ്ടാവൂലേ. ആ ചെയ്ത ഒരാൾക്കാണ് ഫായിൽ എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുഹമ്മദ് അല്ലേ തിന്നു. നമുക്ക് അതിൻ്റെ അറബി നോക്കിയേക്കാം. അക്കല മുഹമ്മദ്, അക്കല മുഹമ്മദുൻ, മുഹമ്മദ് തിന്നു. ഇവിടെ ഫായിൽ ആരാ? മുഹമ്മദ് അല്ലേ. അപ്പോൾ മുഹമ്മദ് എന്നുള്ള ഫായിലിൻ്റെ മുമ്പ് എന്തുണ്ടാകും? ഒരു ഫിഅലുണ്ടാകും അല്ലേ. അപ്പോൾ മുഹമ്മദ് എന്നുള്ളൊരു പേരല്ലേ, മുഹമ്മദ് എന്നുള്ള പേരല്ലേ. അതാണ് ഇസ്മുൻ, ഫായിൽ പറഞ്ഞൊരു പേരാണ്. കണ്ടോ, മുഹമ്മദ് ഒരു പേരാണ്. ഉസ്നിദ ഇലൈഹി, അതിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. ഫിഅലുൻ മുഖദ്ദമുൻ, അതായത് അതിൻ്റെ മുമ്പിലൊരു ഫീൽ ഉണ്ടാവുന്നു. അപ്പോൾ ഒരു പേര്, ഫോർ എക്സാമ്പിൾ മുഹമ്മദ്, ഒരു പേര്. ആ പേരിൻ്റെ മുമ്പ് എന്തുണ്ടാകും? ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ മുൻകിടക്കപ്പെട്ടതായ ഒരു ഫീലിനെ ചേർക്കപ്പെട്ട ഇസ്മിനാണ് ഫായിൽ എന്ന് പറയാം. അപ്പോൾ മുന്നിലൊരു ഫെയിലുള്ളതിനെയാണ് ഫെയിലുള്ള ഇസ്മിനെയാണ് ഫായിൽ എന്ന് പറയാം. കണ്ടോ, മുഹമ്മദ്, ഈ മുഹമ്മദിൻ്റെ മുമ്പിൽ എന്തുണ്ട്? ഒരു ഫെയിലുണ്ട്. അത് ഏതൊക്കെ ഫെയിലാവട്ടെ, എന്ത് ഫീലും ആവാം, അതിനാണ് ഫായിൽ എന്ന് പറയാം. ഓക്കെ, ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കണേ. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നോക്കി, ഇതാ ഉസ്നിദൽ ഫേലു ഇലാ ഇസ്മിൽ ലാഹിരിൻ വലൗ കാന മുസന്ന ഔ ജംഅൻ യുജറദു മിൻ അലാമത്തി തസ്നിയതി വൽ ജംഇ. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് നോക്കി, ജലസ പറഞ്ഞാൽ എന്താ? ഇരുന്നു അല്ലേ. സെയ്ദൂന പറഞ്ഞാലോ
സെയ്ദ് എന്ന് പറഞ്ഞാൽ ഒരു സെയ്ദ്. സെയ്ദാനി പറഞ്ഞാൽ രണ്ട് സെയ്ദ്. സെയ്ദൂന് പറഞ്ഞാൽ കുറേ സെയ്ദ്. അപ്പോൾ പല രീതിയിലും ഉണ്ടാവാം അല്ലേ. സെയ്ദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയ്ദ്. സെയ്ദാനി പറഞ്ഞാൽ രണ്ട് സെയ്ദ്. സെയ്ദൂന് പറഞ്ഞാൽ കുറേ സെയ്ദ്, മൂന്നോ ഓർ ഇറ്റ് ഈസ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരുപാട് സെയ്ദ്. ഒരു സെയ്ദായപ്പോഴും ജലസ എന്നാണ്, രണ്ട് സെയ്ദായപ്പോഴും ജലസ എന്നാണ്, മൂന്ന് സെയ്ദായപ്പോഴും ജലസ എന്നാണ്. ഇവിടെ ഫേലിൽ എന്തെങ്കിലും മാറ്റം വന്നിക്കണോ? ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ. പക്ഷെ സെയ്ദിൽ മാറ്റല്ലേ. സെയ്ദ് രണ്ട് സെയ്ദ് എന്ന് പറഞ്ഞപ്പോൾ ഒരു അലിഫും നൂനും കൂട്ടി. മൂന്ന് സെയ്ദ്, ഒരുപാട് സെയ്ദ് എന്നുള്ളതിന് വാവും നൂനും കൂട്ടി. ഈ വാവും നൂനും അല്ലെങ്കിൽ ഈ അലിഫും നൂനും ജലസ എന്നുള്ളതിൽ വന്നിക്കണോ? ഇല്ല. ജലസാനി എന്നല്ലല്ലോ, അല്ലെങ്കിൽ ജലസൂന എന്നല്ലല്ലോ, ഇല്ല, അത് പറഞ്ഞിട്ടില്ല. അതാണ് പറയുന്നത് ഇദാ ഉസ്നിദ അൽ ഫേലോ ഇല ഇസ്മില്ലാഹിരിൻ. ഫേലിനെ ഈ ഫേല് ഒരു ഇസ്മിലേക്ക് ചേർത്തു. ജലസ എന്നുള്ളത് ജെയ്ദിക്ക് ചേർത്തു, ജലസ എന്നുള്ളത് ഈ ജെയ്ദാനിക്ക് ചേർത്തു. അതായത് ജലസൻ്റെ ശേഷം എന്താണ് ജെയ്ദൂനെ അല്ലെങ്കിൽ ജെയ്ദാനി അങ്ങനത്തെ ഏത് വലൗക്കാന മുസന്നൻ ഔ ജം എൻ മുസന്നയാവട്ടെ ജം ആവട്ടെ ഏതാണെങ്കിലും യുജറദ് മിൻ അലാമത്തി തസ്നിയത്ത് വൽ ജമ്മി. ഇവിടെ ഈ വാവും നൂനും അലിഫും നൂനും ഏതിലുണ്ടാവില്ല? ഫെലിൽ വരൂല. അപ്പം ഇത്രേ പരിപാടിയുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ജംഇൻ്റെ വാവും നൂനും, ഇപ്പോൾ മുഹമ്മദ് ഒരു മുഹമ്മദ് അല്ലേ ഉള്ളൂ. ഇതിന് കുറേ മുഹമ്മദ് എന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഒരു വാവും നൂനും ഇട്ട് കൊടുത്താൽ മതി, മുഹമ്മദൂന. അല്ലെങ്കിൽ മുഹമ്മദ്, രണ്ട് മുഹമ്മദ് എന്ന് എങ്ങനെ പറയാം? മുഹമ്മദാനി എന്നിട്ട് കൊടുത്താൽ മതി. അതാണ്. അപ്പോൾ ഈ അലിഫും നൂനും ഈ വാവും നൂനുമാണ് എന്ത്? രണ്ടെണ്ണത്തിൻ്റെ അടയാളം അല്ലെങ്കിൽ കുറേ എണ്ണത്തിൻ്റെ അടയാളം. അതായത് ജമ്മിൻ്റെയും തസ്നിയൻ്റെയും അടയാളം. കണ്ടോ? ഈ വാവും നൂനും അല്ലെങ്കിൽ ഈ അലിഫും നൂനും ഏതിൽ വരൂല? ഫേലിൽ വരൂല. അതാണ് യുജറദു, ഒറ്റക്കാവും. അതായത് വരൂല മിൻ അലാമത്തി തസ്നിയത്ത് വൽ ജമ്മി. തസ്നിയത്തിൻ്റെ അടയാളമായ അലിഫുൻ നൂനോ ജമ്മിൻ്റെ അടയാളമായ വാവുൻ നൂനോ ഏതിൽ വരൂല? ഫേലിൽ വരൂല. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തൊരു കാര്യം ഏതറിയോ? ഇതൊരു സിമ്പിളാട്ടോ, നോക്കണേ. ഇവിടെ നിങ്ങൾക്കൊരു സംഭവം പറയാനുണ്ട്. ഇതിനെ കണ്ടിട്ട് ആണാണോ പെണ്ണാണോ? ആണോ പെണ്ണാ? അതെന്താ ചോദ്യമാണ്? അത് കണ്ടാൽ തന്നെ അറിയില്ല, തട്ടൊക്കെ ഇട്ടുക്കണു. ആ ഒരു പെൺകുട്ടിയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുക? സൂര്യനോ? സൂര്യൻ ആണാ പെണ്ണാ? ചിലപ്പോൾ നമ്മളൊക്കെ പറയുന്നുണ്ടാവും സൂര്യൻ അത് ആണല്ലോ ഉസ്താദേ. പക്ഷേ സൂര്യൻ എന്നുള്ളത് പദം അത് പെണ്ണാണ്. ഇനി അങ്ങനെ പെണ്ണ് നമുക്ക് അറിയാത്ത ചില പദങ്ങളുണ്ടാകും. ആ പദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പെണ്ണായിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആകാശം, ആകാശം എന്നുള്ള പദം പെണ്ണാണേ. ഷംസ് സൂര്യൻ, സൂര്യൻ എന്നുള്ള പദം പെണ്ണാണേ. ഐന് കണ്ണ്, അത് ആ പദം പെണ്ണാണേ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയുമോ പെണ്ണാണെന്നുള്ളത്? ഇല്ല. നെഞ്ഞിപ്പുറത്ത് നോക്കിക്കും, ഉമ്മുൻ ഉമ്മ. ലോകത്തുള്ള എല്ലാ ഉമ്മമാരും പെണ്ണുങ്ങളല്ലേ? നമുക്കത് കറക്റ്റായിട്ട് അറിയാം. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. ഫാത്തിമ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ പേരാണ്. പിന്നെ പോരാത്തതിന് കണ്ടോ ലാസ്റ്റ് താവും കൂടി ഉണ്ട്. അപ്പോൾ ഉറപ്പിച്ചോ പെണ്ണാണെന്ന്. അപ്പോൾ നമുക്ക് പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പെണ്ണുങ്ങളുമുണ്ട്, പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളുമുണ്ട് അല്ലേ. അപ്പം നമുക്ക് പറയാം, പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പെണ്ണുങ്ങൾക്ക് മുഅന്നസുൻ ഹക്കീക്കി എന്ന് പറയും. പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പെണ്ണുങ്ങൾക്ക് മുഅന്നസുൻ മജാസി എന്ന് പറയും അല്ലേ. ഇത് രണ്ടും ഓർത്ത് വെക്കണേ, കാരണം ഇനി നമുക്ക് പഠിക്കാനുള്ളതിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി നോക്കിയേക്കാം. നമ്മൾ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ തരാം കേട്ടോ. കത്തബ അല്ലേ. കത്തബ ആര്? മുഹമ്മദൻ അല്ലേ. എന്നാൽ ഇനി അടുത്തൊരു ഉദാഹരണം, ഇനി അടുത്തൊരു ഫാത്തിമനെ കുറിച്ചിട്ടാട്ടോ പറയണേ. കത്തബത്ത് ഫാത്തിമ. എന്തെങ്കിലും വ്യത്യാസം ഈ രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാണ്ടോ? ഒന്ന് നോക്കിയേക്കണേ. മുഹമ്മദ് ആണാ പെണ്ണ? ആണ് അല്ലേ. ഫാത്തിമ ആണാ പെണ്ണ? പെണ്ണ് അല്ലേ.
ഇങ്ങോട്ട് നോക്കി, ഇവിടെ ആണ് പെണ്ണ്, പക്ഷേ ആ ഒരു വ്യത്യാസം ഏതിലുമുണ്ട്? ഫേലിലുമുണ്ട്. കത്തബാന്ന് മുഹമ്മദിന് കൊടുത്തപ്പോൾ കത്തബയിൽ ഒന്നുമില്ല. പക്ഷെ ഫാത്തിമയിൽ കൊടുത്തപ്പോൾ എന്തു വന്നു? ഫേലിലൊരു ചെറിയ താവ് വന്നു അല്ലേ? അപ്പോൾ പെണ്ണുങ്ങളെ പെണ്ണാണോ ആണാണോ തിരിച്ചറിയാൻ ഫേലിൽ അടയാളങ്ങൾ കൊടുക്കാണ്ട്. അതൊന്ന് നമുക്ക് നോക്കിയേക്കാം. 3 തരത്തിലുള്ള കാറ്റഗറി ആയിട്ടുള്ളത് ഒന്ന് നോക്കിയേക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. ശരിക്കും നോക്കണേ, ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഇതാ ഉസ്നിദ, ഇതാ ഉസ്നിദ ചേർക്കപ്പെട്ടാൽ, ഇതാ ഉസ്നിദ ചേർക്കപ്പെട്ടാൽ ആര് ചേർക്കപ്പെട്ടു? ഇലാ ലൊമീരിൻ, ഒരു ലൊമീറിലേക്ക്. യർജിഉ, ആ ലൊമീർ മടങ്ങും. ഇലാ മുഅന്നസിൻ ഹക്കീക്കീൻ ഔ മജാസീൻ, ഹക്കീക്കിയായ മുഅന്നസ്. നമ്മൾ പറഞ്ഞില്ലേ പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ പറ്റണ മുഅന്നസ്. മജാസി, പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മുഅന്നസ്. അതിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? യൽഹഖു ഫിഅലുൽ മാളി താഉ തഅനീസി സാക്കിനത്തുൻ, ഫേലിൽ താഴെ ചേർക്കണം. ഞാൻ പറഞ്ഞു കേട്ടോ, സിമ്പിളായിട്ട് മനസ്സിലായിക്കോളി. ഷംസ്, ഷംസുൻ എന്താ? സൂര്യൻ അല്ലേ? സൂര്യൻ എന്നുള്ളത് പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മുഅന്നസാണോ പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മുഅന്നസാണോ? അതായത് ഹക്കീക്കിയായ മുഅന്നസാണോ മജാസിയായ മുഅന്നസാണോ? യെസ്, അതെ, മജാസിയായ മുഅന്നസാണ് അല്ലേ? മജാസിയായ മുഅന്നസാണ് അല്ലേ? ഉമ്മി എന്നുള്ളത് ഉമ്മ, അതോ ഹക്കീക്കിയായ മുഅന്നസാണ്? നമുക്ക് അതിൻ്റെ ശേഷമുള്ള ഫേല് നോക്കാം കേട്ടോ. തൊലഅത്ത് സൊല്ലത്ത്, തൊലഅത്ത് ഉദിച്ചു. ആരാ ഉദിച്ചത്? ആരാ ഉദിച്ചത്? ഉദിച്ചത് ഷംസാണ്, സൂര്യനാണ് അല്ലേ? ഉദിച്ചത് ആരാണ്? സൂര്യൻ. ഉമ്മി സൊല്ലത്ത്, ഉമ്മ നിസ്കരിച്ചു. നിസ്കരിച്ച ആരാ? ഉമ്മ അല്ലേ? അപ്പോൾ ഈ ഒരു ഫീല് മാത്രം എടുത്ത് നോക്കി, തൊലഅത്ത് നിന്ന് മാത്രം എടുത്ത് അതിൻ്റെ അർത്ഥം വെച്ച് നോക്കി. ഉദിച്ചു. അപ്പോൾ ഉദിച്ചു, ആരുദിച്ചു? ദാ അതിൻ്റെ ലൊമീർ ഇങ്ങോട്ട് മടങ്ങുന്നുണ്ട്. ഷംസ് ഉദിച്ചു. ഇപ്പോൾ കണ്ടില്ലേ? ഇപ്പോൾ കണ്ടില്ലേ? ആരാണ് ആ ഫീല് ചെയ്തത്? ആരാ ആ ഫീല് സംഭവിച്ചത്? ആരല്ല? ഷംസിലാണ്, സൂര്യനിലാണ്. ആ ലൊമീർ ഇങ്ങോട്ട് മടങ്ങി അല്ലേ? ഇനി അടുത്തത് സ്വല്ലത്ത്, നിസ്കരിച്ചു. ആരാ നിസ്കരിച്ചത്? ദാ ഉമ്മ നിസ്കരിച്ചു. അതിൻ്റെ എന്താ കണ്ടോ? അതിൻ്റെ ലൊമീർ ഇങ്ങോട്ട് മടങ്ങി, കണ്ടോ? അങ്ങനെയാണെങ്കിൽ ദാ ഇതാ ഉസ്നിദ ഫേല് ചേർക്കപ്പെട്ടാൽ ഇലാ ലൊമീരിൻ, ഒരു ലൊമീറിലേക്ക്. ഇർജിഉ, ആ ലൊമീർ എന്താണ്? മുഅന്നസുൻ ഹക്കീക്കി, എന്താ? മുഅന്നസ് ഹക്കീക്കി. ഔ മജാസിൻ, അല്ലെങ്കിൽ മുഅന്നസ് മജാസി. അങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ യൽഹഖു ചേർക്കണം. അൽ ഫിഅലുൽ മാളി, തൊല എന്നുള്ളത് ഫിഅലുൽ മാളി അല്ലേ? എന്ത് ചേർക്കണം? താ ഉത്തൈനീസി, താ ഉത്തൈനീസ് ചേർക്കണം. ദാ താ ഉത്തൈനീസ്, അങ്ങനെ ഒരു താ ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെ ഒരു താ ഇട്ട് കൊടുക്കൽ നിർബന്ധമാണ്. യൽഹഖു, അതിന് ചേർക്കണം, താ ഉത്തൈനീസ് ചേർക്കണം. ഞാനൊരു കാര്യം ഉദാഹരണം എഴുതാട്ടോ. ഇവിടെ നോക്കാം, മുഅന്നസ് ഹക്കീക്കും മുഅന്നസ് അജാസിയും. ഒരു ഫേലിൻ്റെ മുമ്പേ മുഅന്നസ് ഹക്കീക്കി ആവട്ടെ, മുഅന്നസുൻ മജാസി ആവട്ടെ, മുഅന്നസ് ഹക്കീക്കി ആവട്ടെ, വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതിൽ താഴെ ചേർക്കണമെന്ന്. ഇനി ഞാനൊരു ഇവിടെ ഒരു ഉദാഹരണം എഴുതാം. അതിങ്ങനെ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണം കേട്ടോ. ഫാത്തിമ ഫഅല, ഇത് ശരിയാണോ തെറ്റാണോ? ഫഅല പറഞ്ഞാൽ എന്താ? പ്രവർത്തിച്ചു. പ്രവർത്തിച്ചത് ആരാ? ഫാത്തിമയാണ്. ഫാത്തിമയാണെന്ന് എന്താ ഉറപ്പ്? കാരണം ഇവിടെ ഇനി വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിലോ? ഇതിൽ തെറ്റാണല്ലേ? ഒരു താഴ് ഇവിടെ ഇട്ട് കൊടുക്കണം അല്ലേ? കാരണം എന്താണ്? പ്രവർത്തിച്ച ആൾ ഫാത്തിമയാണ്. അപ്പോൾ ആള് പെണ്ണായതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? താ ഇട്ട് കൊടുക്കണം. യെസ്, മാഷാ അല്ലാഹ്, വെരി ഗുഡ്. അപ്പോൾ ഇനി അടുത്തത് ഔ ഉസ്നിദ ഇലാ മുഅന്നസിൻ ഹക്കീക്കീൻ. അത് സിമ്പിളാട്ടോ. ഒരു ഫീല് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫീല്. ഏത് ഫീല് നിങ്ങൾക്ക് പറയാം. അക്കലേ, ലൊറബേ, ജലസേ, എന്ത് വേണമെങ്കിലും പറയാം. ഇനിയിപ്പോൾ ലൊറബ ആയിക്കോട്ടെ. ലൊറബ ആര്? ഒരു പെണ്ണിൻ്റെ പേര് പറയും. ഒരു പെണ്ണ് കേട്ടോ, ഒറിജിനൽ കേട്ടോ, പെണ്ണാണെന്ന് മനസ്സിലാവുന്ന ഒരു പെണ്ണ്. ഇപ്പോൾ ഉമ്മ, ലൊറബൽ ഉമ്മു, ലൊറബൽ ഉമ്മു. ഉമ്മ ഒറിജിനൽ പെണ്ണല്ലേ? ഹക്കീക്കിയായ പെണ്ണല്ലേ?
ആ ഒരു ഫീലിൻ്റെ ശേഷം ഹക്കീക്കയായ ഒറിജിനൽ പെണ്ണ് വന്നാൽ ഇവിടെ താഴ്ത്ത് കൊടുക്കണം. മനസ്സിലായോ? ലൊറബത്തിലും എന്ന് പറയണം. മനസ്സിലായി? ഇവിടെ നോക്കുക, കാലത്ത് പറഞ്ഞു, ഉഹ്തി സഹോദരി. സഹോദരി പെണ്ണാൽ നമുക്ക് ഉറപ്പല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു, കാല എന്നുള്ളതിന് അതിൻ്റെ ആ ഫീലിൽ താഴിന് എന്ത് ചെയ്തു, യൽഹഖു ഫിൽ മാലി താവ് താനീസിൻ്റെ താവട ചേർത്തു. അപ്പോൾ നമുക്കിവിടെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അറിയോ ഇതാ, മത്ത എപ്പോഴാണ് യൽഹഖുൽ ഫേലുൽ മാലി താഉ തനീസി സാക്കിനത്തുൻ, മാലിയായ ഫേലിൽ സുക്കൂനുള്ള താഉ തനീസ് ചേർക്കൽ എപ്പോഴാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ, 1 2 കാര്യങ്ങൾ എഴുതാണ്ട്. ഇതാ ഉസ്നിദ ഇലാ ലൊമീരി യർജു ഇലാ മുഅന്നസിൻ ഹക്കീക്കി നൗ മജാസിൻ ഔ ഉസ്നിദ ഇലാ മുഅന്നസിൻ ഹക്കീക്കി. കണ്ടോ, ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതണം. പക്ഷെ മുന്നത്തെ പാഠങ്ങളിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, എങ്കിലും എന്ത് ചെയ്യാം, പഠിച്ചു വെക്കേണ്ട ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചു. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട, ഈ പാഠത്തിൽ നമുക്ക് 3 കാര്യമായിട്ടോ പഠിക്കാനുള്ളത്, 3 കാര്യമാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തൊരു കാര്യം പഠിക്കാം. താ യജൂസു ജായിസാവും, തർക്കുത്തായി താ ഒഴിവാക്കൽ ജായിസാവും. എപ്പോൾ നോക്കിയേക്കാം. ഇതാ ഉസ്നിദ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഖറഅ എന്താ, ഇഖ്റ ബിസ്മി റബ്ബിക എന്നൊക്കെ പറയല്ലേ. ഖറഅ വായിച്ചു. ആര് വായിച്ചു? ഫാത്തിമ വായിച്ചു. ഫാത്തിമ എന്നുള്ളത് ഒറിജിനൽ പെണ്ണല്ലേ, അതായത് ഹക്കീക്കിയായ പെണ്ണല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഖറഅ എന്നുള്ളതിൽ താവ് കൊടുക്കണം അല്ലേ. ഇനി അടുത്തത് ഈ ഒരു ഉദാഹരണം നോക്കി. തൊല ഉദിച്ചു അല്ലേ. ആരാ ഉദിച്ചത്? ഷംസ്. അത് ഒറിജിനലാണോ എന്ന് മനസ്സിലാവാത്തതാണോ? മനസ്സിലാവാത്തത് മജാസി അല്ലേ. ഈ മജാസിയായ മുഅന്നസ്, അതായത് ഒറിജിനലാണെന്ന് പെണ്ണാണെന്ന് മനസ്സിലാവാത്ത മുഅന്നസ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ താവ് ചേർക്കാം, ചേർക്കാതെയും ഇരിക്കാം. 2 ഓപ്ഷൻ ഉണ്ട്. താവ് ആണെങ്കിൽ ചേർത്താൽ മതി, താവ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷംസോ അല്ലെങ്കിൽ സമാओ മറ്റേ ഐനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, യഥാർത്ഥ പെണ്ണാണെന്ന് മനസ്സിലാവാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴ് ചേർക്കാം, ചേർക്കാതിരിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് നിയമം, എന്താ നോക്കി. യജൂസു തർക്കുത്തായി ഇതാ ഉസ്നിദ, ചേർന്നാൽ അൽ ഫേലു, ഫീലിലേക്ക് ചേർക്കപ്പെട്ടാൽ, ഏതിലേക്ക്, ഇലാ മുഅന്നസിൻ മജാസിൻ, ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ പെണ്ണാണെന്ന് മനസ്സിലാകാത്ത പെണ്ണിലേക്ക് ചേർക്കപ്പെട്ട, കണ്ട ഷംസിലേക്ക് ചേർക്കപ്പെട്ടില്ലേ. അങ്ങനെയാണെങ്കിൽ യജൂസ് തർക്കുത്തായി, താ ഒഴിവാക്കൽ അനുവദനീയമാകും. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അറിയോ, മത്ത എപ്പോഴാണ് യജൂസ് തർക്കുത്തായി, താഇനെ ഒഴിവാക്കൽ അനുവദനീയമാവുക എപ്പോഴാണെന്നുള്ളൊരു ചോദ്യം വരും. ഈ ചോദ്യം മുമ്പ് വന്നിട്ടുണ്ട്. മത്ത യജൂസ് തർക്കുത്തായി ഫിൽ ഫേലിൽ എന്താ, താഇനെ ഒഴിവാക്കൽ അനുവദനീയമാകും എപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതാ ഉസ്നിദൽ ഫേലു, ഫേല് ചേർക്കപ്പെട്ടാൽ ഇലാ മുഅന്നസിൻ മജാസിയിൻ. അറബി മലയാളത്തിൽ എഴുതിയാൽ മതി കേട്ടോ. ഫേലിലേക്ക് എന്താണ്, മുഅന്നസും മജാസിയെ ചേർക്കപ്പെട്ടാൽ താ ഒഴിവാക്കൽ അനുവദനീയമാണ്. അത്ര എഴുതിയാൽ മതി. പരിപാടി സിമ്പിൾ, പരിപാടി കഴിഞ്ഞു. ഇത് 2ാമത്തെ കാര്യം. 1ാമത്തെ കാര്യം താ ചേർക്കൽ നിർബന്ധമായ സ്ഥലങ്ങൾ, ഇത് താ ഒഴിവാക്കൽ അനുവദനീയമായ സ്ഥലം. ആൻഡ് നെക്സ്റ്റ് ഫൈനൽ വൺ, ഇവിടെ മുബാഹായൊരു സമയമാണ് പറയുന്നത്. മുബാഹ് ഇവിടെ യജൂസ് അല്ല, യുബാഹു എന്നാണ്. യുബാഹു തർക്കുത്തായി, തർക്കുത്താ അതായത് താഇനെ ഒഴിവാക്കൽ മുബാഹായ സ്ഥലം. അതൊരു പരീക്ഷ ക്വസ്റ്റ്യൻ വന്നിരുന്നു. മുബാഹാവ എപ്പോഴാണ് എന്ന് ചോദ്യം വന്നിരുന്നു. അതാണ് ഇദാ ഫുസില. ഇനി നോക്കണം കേട്ടോ. വലത പറഞ്ഞെന്താ, പ്രസവിച്ചു. പ്രസവിക്കൽ ആരാ ചെയ്യൽ? പെണ്ണുങ്ങളാണ് അല്ലേ. ഹസനാണോ? ഹസൻ റളിയല്ലാഹു അൻഹു ആണോ പ്രസവിച്ചത്? അല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് പ്രസവിച്ചത്. അപ്പോൾ വലത, ഈ ഫെയിൽ ചെയ്തത് ആരാ? ഫാത്തിമ ബീവി അല്ലേ. അപ്പോൾ കണ്ടോ, ഫാത്തിമ ബീവി എന്നുള്ളത് ഒറിജിനൽ പെണ്ണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വലത എന്നുള്ളതിൽ എന്ത് ചെയ്യണ്ടേ, താഴെ ചേർക്കണ്ടേ, വലതത്ത് നിന്നാക്കണ്ടേ. കാരണം എന്താ, അതിൻ്റെ ഫായിൽ എന്നുള്ളത് ആരാ? ഫാത്തിമ ബീവിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചത്.
ഹസൻ റളിയല്ലാഹു അൻഹു അല്ലേ, അപ്പം മഫ്ഊലല്ലേ. പക്ഷെ അങ്ങോട്ട് നോക്കി, ഫെയിലിൻ്റെയും ഫായിലിൻ്റെയും ഇടയിൽ വേറൊരു സംഭവം കയറി വന്നു, ഹസൻ എന്ന പദം കയറി വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫെയിലിൽ താഇനെ ഒഴിവാക്കൽ യുബാഹു മുബാഹാകും. മൂന്നാമത്തെ കാര്യം. ഓക്കെ, മൂന്നാമത്തെ കാര്യം ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഇദാ ഫുസില വേർതിരിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ എന്താണ് ഇടയിൽ കയറി വന്നാൽ, ഇദാ ഫുസില എന്താണ് ഇടയിൽ വന്നു, ബൈനൽ ഫെയിലി ഫെയിലിൻ്റെ ഇടയിലും വഫായിലിഹി ഇദാ ഫെയില് ഫായില് ഫായിലിൻ്റെ ഫെയിലിൻ്റെ ഇടയിൽ വന്നു എന്ത്, അൽ മുഅന്നസുൽ ഹക്കീക്കി, സോറി എങ്ങനെ, ഫാത്തിമ എന്നുള്ള മുഅന്നസുൻ ഹക്കീക്കി കേട്ടോ, ഇത് ഒറിജിനൽ മുഅന്നസാണ്. മജാസിയ മുഅന്നസ് ആണെങ്കിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു. മുഅന്നസുൻ ഹക്കീക്കിയായ ഫായിലിൻ്റെയും ഒരു ഫെയിലിൻ്റെയും ഇടയിൽ എന്തെങ്കിലും കയറി വന്ന, അപ്പോൾ ഇവിടെ ഹസൻ എന്ന് കയറി വന്നു കഴിഞ്ഞാൽ യുബാഹു തർക്കുത്തായി, താ ഒഴിവാക്കൽ മുബാഹാകും. അപ്പം ഇനി പരീക്ഷയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക അറിയോ, മത യുബാഹു എപ്പോഴാണ് അനുവദനീയമാവുക, തർക്കുത്തായി താ ഒഴിവാക്കൽ. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇതിന് നേരെ മുമ്പുള്ളത് ഏതാ, മത്ത യജൂസു ആയിരുന്നു. ഇത് മത്ത യുബാഹു ആണ്, മറ്റേത് മത്ത യൽഹഖു ആണ്. എപ്പോഴാണ് ചേർക്കുക, എപ്പോഴാണ് ഒഴിവാക്കാൻ പറ്റുക, വീണ്ടും എപ്പോഴാണ് ഒഴിവാക്കൽ അനുവദനീയമാകുക. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മക്കളോ, ഇത്ര കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കിയേക്കാം. ഫാഇൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇസ്മുൻ മുസ്നിദ് ഇലൈഹി ഫിഅലുൻ മുഖദ്ദം അല്ലേ. അടുത്തത് നോക്കി, യൽഹഖുൽ ഫിഅലു താഉ തഅനീസി സാകിനത്തുൻ മത. കണ്ടോ, സുക്കൂനുള്ള താഉ തഅനീസ് പെണ്ണിൻ്റെ താഴ് ഫിഅലിൽക്ക് ചേരും എപ്പോൾ. നമ്മൾ പറഞ്ഞില്ലേ 2 കാരണം ഉണ്ട് എന്നുള്ളതിന്. ഒന്ന് ഇവിടുന്ന് ഇട്ടിട്ട് ഇതുവരെ, 2 ഔ ഉസ്നീദ ഇട്ടിട്ട് മുഅന്നസിനാക്കിക്ക് വരെ അല്ലേ. ഇനി കണ്ടോ, യുബാഹു തർക്കുത്തായി മുബാഹാകുന്ന സ്ഥലം ഏതാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി അടുത്തത് യജൂസു തർക്കിത്തായ ഉണ്ട്, അതും ഏതാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതിൻ്റെ ഉത്തരം ഇതാണ്. ഇനി നമുക്കൊന്ന് നോക്കിയേക്കാം, അശംസു തൊല ആ, ശരിക്കും നോക്കണം കേട്ടോ. നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അശംസു സൂര്യൻ, തൊല ഉദിച്ചു. തൊല ഉദിച്ചു, ആരാ ഉദിച്ചത്, ഷംസ് അല്ലേ. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഫായിൽ ഇപ്പുറത്തുള്ളത് അല്ലേ, ലൊമീറുൻ യർജു ഇല മുഅന്നസിൻ. ഷംസ് ഹക്കീക്കിയാണോ മജാസിയാണോ, മജാസ് അല്ലേ. അപ്പോൾ യൽഹഖു താഉ തഅനീസി സാകിനത്തൻ. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഉത്തരം നേരെ എഴുതണം, അശംസു തൊലഅത് എന്നവിടെ എഴുതണം. ഇനി നോക്കട്ടോ, ഷെരിബ കുടിച്ചു, ബിൻതുക്കി നിൻ്റെ പെൺകുട്ടി, ലബനൻ പാല് കുടിച്ചു. നിൻ്റെ പെൺകുട്ടി പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ചു എന്താ മജാസി മുഅന്നസുൻ ഹക്കീക്കിയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷെരിബ എന്നുള്ളതിൽ എന്ത് വേണ്ടി വരും, താ വേണ്ടി വരും, ഷെരീബത്ത് ബിൻതുക്കി എന്ന് വേണ്ടി വരും. മനസ്സിലായോ. ദഹബ പോയി, ഇലാ ബൈത്തിക നിൻ്റെ വീട്ടിലേക്ക്, അല്ല ഇലാ ബൈത്തി അഹീക്ക നിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക്. ആരാ പോയത്, ഉമ്മുക്ക നിൻ്റെ ഉമ്മ. കണ്ടോ, ദഹബ പോയതാരാ, ഉമ്മേ പോയത്. ഉമ്മ മുഅന്നസിൻ ഹക്കീക്കിയല്ലേ, പക്ഷെ ദഹബയിൽ താഴുണ്ടോ, ഇല്ല. കാരണം എന്താ, വൈദാ ഫുസില ബൈനൽ ഫേലി വഫായിലിഹിൽ മുഅന്നസിൽ ഹക്കീക്കി അല്ലേ. ഫേലിൻ്റെയും മുഅന്നസിൻ ഹക്കീക്കിയായ ഫായിലിൻ്റെ ഇടയിലും എന്തോ ഒരു സംഭവം വേർതിരിച്ച ഇടയിലാണ് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് എന്താ ശരിയാണോ അല്ലേ, ഇത് ശരിയാണ്. യുബാഹു അനുവദനീയമാകും, താവോട് ഒഴിവാക്കാതിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കുറേ ഉദാഹരണം കേട്ടോ. സാഅത്തു, ഖമറു, കണ്ടോ, ഇഖ്തറബ കണ്ടോ, ഇഖ്തറബത്ത് കണ്ടോ, താഴെ ചേർത്തു. സാഅത്ത് എന്നുള്ളത് പെണ്ണാണ്. വൻഷക്കൽ ഖമർ അല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ സാഅത്തു ഇഖ്തറബത്തി സാഅത്തു അവിടെ ശരിക്ക് ഇഖ്തറബ സാഅത്തു എന്ന് കൊടുക്കാൻ പറ്റൂലേ. കാരണം സാഅത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണല്ലേ, ഏത് മജാസിയ പെണ്ണല്ലേ ആണോ, അല്ല. സാഅത്ത് എന്നുള്ളത് ഹക്കീക്കിയായ എന്താ പെണ്ണാണ്. കാരണം എന്താ, അവസാനത്തിൽ താഴുണ്ട് കണ്ടോ.
അപ്പോൾ അസാഅത്ത് എന്നുള്ളത് വന്ന് കണ്ടത് പെണ്ണായതുകൊണ്ട് ഹക്കീക്കായ പെണ്ണായതുകൊണ്ട് ഇവിടെ താ കൊടുത്തു. കിത്തറബത്തെ സാത്തു വൻഷക്കൽ ഖമർ. കണ്ടോ, ഖമർ ആണാണ്, അതുകൊണ്ട് വൻഷക്ക എന്നുള്ള ഒന്നും ചേർത്തില്ല. ഇനി കാലത്ത് ഇമ്രാത്ത് ഫിറഔനിൻ്റെ ഭാര്യ പറഞ്ഞു. കണ്ടോ, ഇമ്രാത്ത് എന്നുള്ളത് പെണ്ണാണ്, കാരണം ഇത് താവ് വരുന്നതുകൊണ്ട് ഹക്കീക്കായ പെണ്ണാണ്, അതുകൊണ്ട് ഇവിടെ കാല എന്നുള്ള ഫേലിൽ താവ് ചേർത്തു. അതൽ കാലിയ, നീ ശരിക്കും നോക്കണം കേട്ടോ. അതൽ കാലിയ ഇമ്രാത്തു അസീസ്, അസീസിൻ്റെ ഭാര്യ കാലിയുടെ അടുത്തേക്ക് വന്നു. അത്ത വന്നു, അൽ കാലിയ കാലിൻ്റെ അടുത്തേക്ക് വന്നു. ആര്? ഇമ്രാത്ത് അസീസിൻ്റെ ഭാര്യ. ശരിക്കും ആരാ വന്നത്? അത്ത വന്നു. ആരാ വന്നത്? ഇമ്രാത്ത വന്നത്. പെണ്ണ് എന്നുള്ളത് ഹക്കീക്കായതല്ലേ. പക്ഷേ എന്ത് ചെയ്തു? ഈ ഫെയിലിൻ്റെയും ഫായിലിൻ്റെയും ഇടയിൽ വേറെ സംഭവം വന്നു, അതുകൊണ്ട് ഇതിൽ താഴ് ചേർക്കാം ചേർക്കാതിരിക്കാം. യുബാഹു മുബാഹാണ്. മാ ജാ വന്നിട്ടില്ല, ഇല്ല ഉമ്മുക്ക നിൻ്റെ ഉമ്മ അല്ലാതെ. കണ്ടോ, ജാ വന്നു, ഉമ്മുക്ക ഉമ്മ എന്നുള്ളത് ഒറിജിനൽ ഹക്കീക്കായ മനസ്സല്ലേ, പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഇല്ല വന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാഠം. ഈ പാഠത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ ഫായിൽ എന്താണെന്നുള്ളത് മാത്രമേ പഠിക്കാനുള്ളൂ. വളരെ സിമ്പിളാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൈഡ് ഓണിൻ്റെ നമ്പറിൽ ചോദ്യം ചോദിക്കാം. അതിൻ്റെ ഉത്തരങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ്. കൃത്യമായിട്ട് എല്ലാ പാഠങ്ങളും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്ത് തരും ചെയ്യും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലുകളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത്തരത്തിലുള്ള കണ്ടൻറ്റും അതേപോലെ തന്നെ പാഠവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.